ഹലോ. ഹലോ. ഉം. ആ എന്തുണ്ട്? എന്തെല്ലാന്ന്? ഞാനല്ലേ കേൾക്കണ്ടേ എന്തെല്ലാന്ന്? അല്ലാതെ ഇന്ന് എത്ര മണിക്ക് വരണോ? ഇന്നാ ആ ഇന്നലെ നീ വരേണ്ടി വരൂല. അതെന്താ? ഉം. അങ്ങോട്ട് ഇന്നലത്തെ എന്തെങ്കിലും ഉഷാറില്ലായിരുന്നോ? ഓ, ഉഷാറെന്ന് പറഞ്ഞാ പോരാ. അല്ല, നീയല്ലേ പറഞ്ഞ 11 മണിക്ക് പോയിരിന്ന് പറഞ്ഞേ. അതെ, അത് അതിനൊന്നും ഞാൻ 11 മണിക്ക് വരുമ്പോഴേക്ക് എന്നിട്ട് നീ മറ്റേ നേരത്തെ എത്തിയ പോലെയാണ് കണ്ടേ. ഞാൻ പിന്നെയാണെന്ന് ചോദിക്കാൻ സമയം കിട്ടി. അത് ഞാൻ കുറച്ച് നേരത്തെ 10 മണിയാകുമ്പോ എത്തി. പിന്നെ വിളിക്കണ്ടെന്ന് ചോദിച്ചു. അതല്ല, ഞാൻ വരുമ്പോഴേക്ക് ആ അങ്ങോട്ട് ഉം. വേറെ നീ പറഞ്ഞേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെ, നീ പറഞ്ഞ ഇടാന്നല്ലേ പരിപാടി? എന്ത് പരിപാടി? അല്ല, തേങ്ങ ഇരിക്കല്. എങ്ങനെയുണ്ട്? ഞാൻ അതേപ്പറ്റി ചോദിക്കാനാണ്. ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. തേങ്ങ ഇരി നടന്നിട്ടില്ല. ഇന്നലെ എന്തിന്റെ അവസ്ഥ? നല്ലത്. പിന്നെ സൂപ്പർ എന്ന് പറഞ്ഞാ മതിയോ? അതാണ് മോളെ തേങ്ങ ഇരി കേട്ടോ. തേങ്ങ ഇരിച്ച പോലെ തന്നെയായി. എന്ത് പറ്റി? പാണ്ടകൾ അടന്നു പോയാ? അടഞ്ഞിട്ടൊന്നുമില്ല. നല്ലോണം ചോദിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഉണ്ടാവും. അല്ല, ഇന്ന് അമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ അതെന്നാ എന്റെ ചുണ്ടിന് ഇങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചു. എന്നാ പറയണ്ടേ, ഇന്നലത്തെ ആവേശത്തിന് ചുണ്ട് മറ്റേ ഇതാക്കിയിട്ടല്ലേ, ചപ്പിയിട്ടല്ലേ. എന്റെ അമ്മക്ക് ഇങ്ങനെ കാഴ്ചയിലുണ്ട് ഇപ്പോ. എന്റെ അമ്മക്ക് കാഴ്ച കുറവൊന്നുമില്ല. ഞാൻ പേടിച്ചു കേട്ടോ ശരിക്കൂ. ഞാൻ പറഞ്ഞത് പല്ല് കെട്ടിയതെന്ന് പറഞ്ഞ് കടിച്ചു പോയതെന്നത്. നീന്ന് പറയണോ? അല്ല, പറയണ്ട. അല്ല, ആരാ കടിച്ച അങ്ങനെ ചോദിച്ചോ? ആരാ കടിച്ചതൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ കടിച്ചു പോയതെന്ന് പറഞ്ഞു. ഈ ആവേശം എന്ന് പറയുമ്പോ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. അതെ, ഭയങ്കര ആവേശായിപ്പോയി. പിന്നെ തേങ്ങ ഉരിന്റെയും കൂടി ആയപ്പോ തേങ്ങ ഇരിക്കുമ്പോ പാര എങ്ങനെയുണ്ട്? കുറച്ച് കട്ടി കൂടിയോ സംശയമുണ്ട്. നെട്ടും പൊട്ടിട്ടിട്ട് അല്ല, നീ അവിടെ നെട്ടും പൊട്ടിട്ട് ടൈറ്റ് ചെയ്തിനോ? കുറച്ച് ടൈറ്റ് ആയോ എന്ന് എനക്കും സംശയം ഉണ്ടായിരുന്നു. ഒട്ടുക്കത്തെ വേദനയും കേട്ടോ ആദ്യം. പിന്നെ മൂത്തപ്പ ശരിയായി. ഇതുവരെ വീണ്ടും ഞാൻ ചോദിക്കും, ഇതുവരെ അന്ന് ചോദിച്ചില്ലേ, ഇതുവരെ കെട്ടിവെങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ? ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. അതെ പറഞ്ഞ തേങ്ങയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ തേങ്ങ ഇരിക്കാൻ പറ്റിയില്ലേ എന്ന് പറയണ്ടേ? ഞാൻ താഴേന്ന് മേലോട്ട് നോക്കുമ്പോ തേങ്ങ പോലെ ഉണ്ടായിരുന്നു. തേങ്ങ പൊതിക്കലന്നെ ശരിയായ. പാര പൊട്ടിപ്പോന്ന വിചാരിച്ചു. എനക്കും തോന്നി. പാരേന്റെ ബക്കലിൽ ഏതാണ്ട് പൊട്ടിയിരുന്നു കേട്ടോ. ഒടിഞ്ഞു വന്നു. എന്നിട്ടോ വെൽഡ് ചെയ്താ? പിന്നെ പാരേന്റെ മേലോട്ട് എന്തെല്ലാം ഒഴിക്കുകയാണെങ്കിൽ വന്നേരം പൊട്ടെല്ലാം പോയി. മരുന്ന് കഷ്ടല്ലേ. ഉണങ്ങിയ എന്തൊരു പവറിലാന്ന് സംഗതി. പാലും വെള്ളം മറിഞ്ഞ് വന്നേ തേങ്ങ പൊട്ടിയാലോ. തേങ്ങേന്റെ വെള്ളവും പോയി, തേങ്ങേന്റെ ഉള്ളിലുള്ള ഇളനീരെല്ലാം കൂടി കുഴമ്പ് രൂപത്തിലേക്ക് പുറത്തേക്ക് തെറിച്ചിങ് പുറത്തു പോയി. നല്ല അറിഞ്ഞ ഞാനറിഞ്ഞു. അതേറ്റല്ലേ മൂർച്ചം കൂട്ടി പാര. ഞാനാ നിന്റെ
മുഴുവൻ അറിഞ്ഞത് ഞാനാണ്. ഉം. ഇങ്ങനെയുണ്ടല്ലോ, അങ്ങനെ പുതിയ പുതിയ ഒരുപാട് നമ്പറുകൾ വരാനുണ്ട് കേട്ടോ. സൗകര്യം കിട്ടിയാല് അതുകൊണ്ട് നീ ഒരാഴ്ച കൊണ്ട് അവിടെ തന്നെ നിന്നു. അയ്യോ, ഒരാഴ്ച നിൽക്കാൻ പറ്റൂല. അല്ല, ഇന്നെന്നെ നീ ഇനി വരണ്ട കേട്ടാ. അതെന്താ? ഏ അതെന്താ? മതിയായിട്ടൊന്നുമല്ല, ഇന്ന് ശരിയാവൂല. ചെറിയൊരു പ്രശ്നമുണ്ട്. വീട്ടില് പ്രശ്നമില്ല, എനക്ക് പ്രശ്നമുണ്ട്. വയറുവേദന. അതെന്ത് തേങ്ങ അടിച്ചോണ്ടാ? അയ്യോ, തേങ്ങ അടിച്ചിട്ടൊന്നുമല്ല, അതങ്ങനെയുണ്ട്. അത് ശരി, അങ്ങനെയൊക്കെ ആയാ? കണ്ടിട്ടോ കൂടി വന്നാല് ഒക്കൂലേ? അയ്യോ, വേണ്ട വേണ്ട. ഇനി ഞാനില്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും കേട്ടോ. 2 ദിവസമായിട്ട് വീട്ടിലും പോവാ? ക്ലിയർ ഇല്ലാതെ ക്ലിയർ ഇപ്പൊ? ഇപ്പം ക്ലിയർ ആയി. ഞാൻ ചോദിക്കുന്നേ, അങ്ങ് പോയാലും വീണ്ടും പഴയതുപോലെയല്ലേ? നല്ലത്തെ പെണ്ണുങ്ങളെ പേടിക്കണോ? അയ്യോ, നിനക്ക് വരണമെന്ന് ചോദിച്ചാൽ നിനക്ക് സ്ഥിരം ഇവിടെ നിൽക്കാൻ പറ്റുമോ? അമ്മേന്റെ ശരിക്കും മാറിയിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടാ. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഇനി പിന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ നമ്പർ എടുക്ക തരുവാ പറയാനാ? വിളിച്ചാ പെണ്ണുങ്ങള് മാറിയിട്ടൊന്നുമില്ല, നിങ്ങളൊന്ന് പണിയാന്ന് ചോദിച്ചേ. ഇതിപ്പോ ഞാനെന്നാ ചെയ്യാ? നീ എന്താ ചെയ്യാന്ന് ചോദിച്ചാ ഞാനെന്താ പറയാ? അങ്ങനെയല്ല, ഇന്ന് ഒരു ഫൈൻ ഉണ്ട്. ലാസ്റ്റ് എന്റെ നമുക്ക് കുറെ കഴിഞ്ഞിട്ട് കാണും. ഇനി ഇതെല്ലാം കഴിയുമ്പോ 5-6 ദിവസം എടുക്കൂലേ? അല്ല, നിന്നോട് അവിടെ ഒരു റൂം എടുക്കാൻ പറ്റെടുത്തിട്ടില്ലല്ലോ ഇതുവരെ. ഈ ഒരു അവസരം കിട്ടുമ്പോ അതെ, ഇതെല്ലാം മറന്നല്ലേ ഞാൻ പറഞ്ഞതല്ലോ. എങ്ങനെ മറക്കണ്ടേ? രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും വൈകുന്നേരം ആകാൻ വേണ്ടി, രാത്രി ആകാൻ വേണ്ടിയുള്ള തിരക്കാം. അതെ, ഞാൻ പറയുന്നതല്ല അപ്പൊ മറന്ന്. ഇനി വേണ്ട, അവിടെ നിന്നു. ഇനിയിപ്പോ അത്ര 6 ദിവസം മതി. ഇന്നും കൂടി വരാം, എന്നിട്ട് 6 ദിവസം നാളെ. അത് ഞാനിങ്ങനെ പറയുവാ. ഇന്നൊരു ദിവസം നിന്റെ ആക്രാന്തം കൊണ്ട് എനിക്ക് വയറുവേദന എടുക്കുന്നു. അങ്ങനെ ഞാൻ വെച്ച് ഇന്നലത്തെ തേങ്ങ ഒരു ഇന്ന് വേറൊരു സംഭവം ഉണ്ട്. അത് കറക്റ്റ്. ഇന്ന് ഞാൻ വേറെ പുതിയ പ്ലാനിങ് എല്ലാം റെഡിയാക്കി വെച്ചല്ലേ. ഇന്നലെ പറയുന്നു. ഇന്നലെയല്ലേ, നീ പെട്ടെന്നല്ലേ നീ തേങ്ങ വെച്ചായിരിക്കും. അയ്യോ, ആയിട്ടില്ല സമയം. ഇല്ല, തേങ്ങ വെച്ചിട്ട് അങ്ങനെ പണിയും കിട്ടിയ. അല്ല, തേങ്ങ പറഞ്ഞ തേങ്ങ കുറച്ച് മെല്ലല്ലേ ഇരിക്കട്ടെ. നീ എത്ര സ്പീഡിലാ വെച്ചേ? ആക്രാന്ത അനക്കല്ലേ എനിക്കല്ലേ? കിട്ടിയ അവസരത്തിന് തള്ളു തന്നെ. തള്ളായിരുന്നു. അത് ഞാൻ പറഞ്ഞ ആരും ഒടിഞ്ഞു പോകാതെ എന്തോ ഭാഗ്യം. ഒടിഞ്ഞിട്ടില്ല. പോട്ടെ, അങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ട്. ഒടുക്കത്തെ ഒരു സുഖം ഇല്ലായിരുന്നു. ഒന്നും പറയണ്ട. അതേ പറയണ്ടേ. ഇതുവരെ ശരി, ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നേ നിന്റെ വീട്ടിൽ വരുമ്പേ വിചാരിച്ചതാണ്. ആടെന്നാലും പറ്റാണ്ടൊന്നുമില്ല കേട്ടോ. പറ്റും, പക്ഷേ ഇത്ര സൗകര്യത്തിൽ കിട്ടിയിട്ടില്ല. സൗകര്യം കിട്ടുന്നുണ്ട്. എന്റെ വീട്ടിലാകുമ്പോ ഒച്ചപ്പാട് ബഹളങ്ങളൊക്കെ ആകുമ്പോ അടുത്തുള്ള വീട്ടുകാരനും കേൾക്കും. ഞാൻ ഒച്ചപ്പാട് നോക്കൂല, നീയല്ലേ ഒരേ റൗണ്ട് ആക്കുന്നു.
അതിൽ അടക്കിട്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അടക്കി പിടിച്ചിട്ട് അത് അങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാതെ സൗണ്ട്. ശ്ശേ. ഇനി ഇനി ഞാൻ വീട്ടിൽ പോയാല് പിന്നെ അന്നേരം എന്നാ ചെയ്യാ? അതന്നെ ഇപ്പൊ ഞാൻ ആരെയും എന്താ ചെയ്യാം. നീ റൂം കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ. എല്ലാ റൂം ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ടുപിടിക്കാനൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിന്റെ ഇതില്ലായതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് അതിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് റൂം എടുക്കും. എന്നാ നീ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം 5 ദിവസം അയാൾ വിളിച്ചോ. അതുവരെ വെറുതെ നിൽക്കണല്ലേ. അതുവരെ എന്തായാലും വെറുതെ നിന്ന് പറ്റൂ. ഞാൻ ഇന്ന് വിചാരിച്ചേന്ന് ഇനി ശ്രദ്ധിക്കാൻ പോണം കേട്ടാ. ഒന്ന് ശ്രദ്ധിക്കണ്ടേ. മറ്റേ എന്തെങ്കിലും സാധനം വാങ്ങിട്ട് വന്നാ മതി. അതും വേണല്ലേ. അത് മേടിച്ചിട്ട് വരാം. ഞാനിത്രയാണെങ്കിൽ വന്നിരുന്നു, അതല്ല വേണ്ടത്തിട്ട് ഒരു ഇത് കിട്ടാതെ. എനിക്ക് കുറച്ച് ദിവസം അത് വേണ്ടിയിട്ടുള്ളേ. പിന്നെ ശരി. ഇന്ന് എവിടെയും പോവാനൊന്നുമില്ലല്ലോ. 2-3 ദിവസം ഉത്സവം. സുഖമായിട്ട് ഉറങ്ങുക കേട്ടാ. ശരി, ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ.